നമ്മൾ ഈ ബൈക്കിലൊക്കെ ഗോപ്രോ അങ്ങനെയുള്ള ക്യാമറകളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ക്യാമറ മൗണ്ടാണ് ഇതാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വില എനിക്ക് 325 കിട്ടിയതാണ്. ഫ്ലിപ്കാർട്ടിലാണ് വാങ്ങിയത്. ഇതാണ് നമ്മുടെ ഹാൻഡിലിൽ സെറ്റ് ചെയ്ത് വയ്ക്കേണ്ടത് സാധനങ്ങളാണ്. ഇതാണ് മൗണ്ട് വരുന്നത്. നല്ല കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഞാൻ വിചാരിച്ചത് പ്ലാസ്റ്റിക് ആണെന്നാണ് വിചാരിച്ചത്, പക്ഷേ പ്ലാസ്റ്റിക് അല്ല. കുഴപ്പമില്ല, നല്ല കുറച്ച് അത്യാവശ്യം നല്ല സാധനമാണ്. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും തിരിക്കുക, എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ച് വയ്ക്കാം. അതുമാത്രമല്ല ഇതും അങ്ങനെ തന്നെയാണ്. ഇങ്ങോട്ടോ ഈ സൈഡോ എവിടെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ തിരിച്ചൊക്കെ വയ്ക്കാൻ പറ്റുന്ന സാധനം. ഇത് ഇങ്ങനെ ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റില്ല, ഓരോ പാർട്സാക്കി മാറ്റാൻ പറ്റും. അതാ ഒരു ഇതിൻ്റെ ഒരു വന്ന് വീണു. എന്താ അടുത്ത് വീണ്ടും ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് തിരിച്ച് ഇതിലോട്ട് വെച്ചിട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഓക്കെ ആയി. പിന്നെ വേറെ പ്രശ്നമില്ല, ഇരുന്നുള്ളൂ. കുഴപ്പമില്ല. പിന്നെ ഇതിലോട്ടാണ് ഇങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് ഗോപ്രോ ഇതിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലൊക്കെ തിരിച്ച് വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും എൻ്റെ ഗോപ്രോ ഒന്നതിലോട്ട് കണക്ട് ചെയ്ത് നോക്കാം. ബാറ്ററി എടുത്തിട്ട് ഓക്കെ, ഇതൊന്ന് കണക്ട് ചെയ്യും. പ്ലെയിൻ പോകുന്ന ആകാശം വഴി നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൂടെ ഇതേപോലത്തെ 2 ബുഷ് പോലത്തെ ഇതേ സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ വയ്ക്കാനുള്ള ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ മുന്നോട്ട് കയറുന്നില്ല. ഓക്കെ, കയറ്റി വെച്ചു. ഇനി അടുത്തതും കൂടെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഒന്ന് വെച്ച് അത് വെച്ചപ്പോൾ അടുത്ത് ഇളകിപ്പോയി. 2 ഇളകിപ്പോയി. 2 ഇവിടെ ഇളകി വീണ്. അത് പോട്ടെ, നമുക്കിതൊക്കെ സെറ്റ് ചെയ്യാം. ഇളകിപ്പോയത് പോട്ട്. അടുത്ത് അപ്പോൾ ഞാനത് ടൈറ്റ് ചെയ്ത് വെച്ച് തൽക്കാലത്തേക്ക്. ഓക്കെ, അങ്ങനെ ഗോപ്രോയൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. കുഴപ്പമില്ല, കൊള്ളാം. ഇനി വീഡിയോ എടുത്തിട്ട് പുതിയ വീഡിയോകൾ നമ്മൾ വണ്ടി പോയി എടുത്തതിന് ശേഷം ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.